മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. വളരെ സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് ചെരുപ്പ് പോലും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് വെച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം കിബിലയ്ക്ക് നേരെ ആണോ ചെരുപ്പ് വരുന്നത് എന്നടക്കം ശ്രദ്ധിച്ചിരുന്നു. അത് മാറ്റി വെക്കാറാണ് ബഹുമാനപ്പെട്ടവർ. അതൊരു വീട്ടിലേക്ക് കയറുമ്പോഴും പള്ളിയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ വളരെ സൂക്ഷ്മതയായിരുന്നു ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെട്ടവർക്കൊക്കെ അവർക്ക് പറയാൻ ഒരുപാട് സന്തോഷമാണ്. കാരണം ഉസ്താദിൻ്റെ ആ സ്നേഹവും വാത്സല്യവും അതൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പരിചയപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഉസ്താദിനെ ഗൾഫിൽ വെച്ചിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉസ്താദിനെ കുറിച്ചിട്ട് പരിചയപ്പെട്ടു, സംസാരിച്ചു എന്നൊക്കെ. അതുപോലെ തന്നെ നമുക്കതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഉസ്താദ് വഫാത്തായി. പരിചയപ്പെടണം, നമുക്ക് പോകണം എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ നമുക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ബസ് കണ്ടക്ടർ, അദ്ദേഹം ഒരു അമുസ്ലിമാണ്, അങ്ങനെ ആ യാത്ര ചെയ്യുന്ന സമയത്താണ് എൻ്റെ വീഡിയോയിൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിക്കണമെന്ന് അറിയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് കണ്ടക്ടറോട് പറഞ്ഞത്രേ, ഒരു മുസ്ലിമായ ഒരു സഹോദരനാണ് ബസ്സിലെ കണ്ടക്ടർ. ആ കണ്ടക്ടറോട് പറഞ്ഞു, മോനെ വലത്തെ കൈ കൊണ്ട് കൊടുത്ത് ശീലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം, വലത്തെ കൈ കൊണ്ട് കൊടുത്താലും ഇടത്തെ കൈ കൊണ്ട് കൊടുത്താലും മറ്റേ കാര്യങ്ങൾ നടക്കും. പക്ഷേ ഈ വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നതിൽ ബർക്കത്തുണ്ട്. അതുമല്ല, ഇടത്തെ കൈ കൊണ്ട് കൊടുക്കുന്ന പിശാച് സന്തോഷിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ വലത്തെ കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഹയർ. അങ്ങനെ ബസ് കണ്ടക്ടർ തുടർന്ന് ചെയ്യുകയും വണ്ടിക്ക് നല്ല കളക്ഷനും ഓട്ടമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ കാണാൻ പോയ സംഭവമൊക്കെ ഉണ്ട്. കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉസ്താദിൻ്റെ അടയാളങ്ങളൊക്കെ അവിടെ നാട്ടിൽ വന്ന് അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഉസ്താദിൻ്റെ അങ്ങനെ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അടയാളങ്ങൾ ഏകദേശമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരെന്ന് പറയുന്നത്. അവരെ പിന്തുടരാനാണ് നമ്മൾ വേണ്ടത്. അതാണ് അള്ളാഹുവിൻ്റെ വളരെ സൂക്ഷ്മതയായിരുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം. എങ്ങനെയാണ് 5 വഖത്ത് നമസ്കാരം കൃത്യമായി നമസ്കരിച്ചിരുന്നു. ഖുർആൻ പാരായണവും ദിക്റുകളും സ്വലാത്തുകളും, ഇങ്ങനെയുള്ള മഹാന്മാരെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പണത്തിന് വേണ്ടി നടക്കുന്ന ചില വ്യാജന്മാരുണ്ട്. അള്ളാഹു അതിലേക്ക് തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ആളുകളുടെ പുറകെ നിങ്ങൾ ആരും പോകരുത്. കാരണം അവരൊരു വലിയ അവരെ ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സൂക്ഷ്മത കുറവാകും. സൂക്ഷ്മത ഉണ്ടാവില്ല. ഈ വ്യാജന്മാർ അവർക്ക് സൂക്ഷ്മത ഉണ്ടാവില്ല ഏതൊരു കാര്യത്തിനും. അള്ളാഹിൻ്റെ മഹാന്മാരൊക്കെ അടയാളം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർക്ക് സൂക്ഷ്മത ഉണ്ടാവില്ല. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണമാവും. അത്തരക്കാരിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മഹാന്മാരെ പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ്, മഹാന്മാരെ അറിഞ്ഞ് സ്നേഹിച്ച് മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ.